ഈ സിനിമ ശരിക്കും രണ്ട് പോർഷൻ നോക്കുന്നുണ്ട്. അതെന്താണ് മെമ്പറെ അങ്ങനെ പറയുന്നത്? അടി ഒരു 26 വർഷങ്ങൾക്ക് മുൻപ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളുടെ ഒരു ഏരിയ. ഇവര് 26 വർഷങ്ങൾക്ക് ശേഷം വളർന്നു വലുതായി കഴിയുമ്പോൾ അവരുടെ ലൈഫാണ് സിനിമയുടെ വേറൊരു പാർട്ട്. പുതിയതും പഴയതുമായിട്ടുള്ള ഇൻസിഡന്റ് ബേസ്ഡ് ആയിട്ട് സിനിമ ക്രോസ് കട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുട്ടികളെന്ന് പറയുന്നത് മോളിൽ കാണുന്ന വലിയവരുടെ ചെറുതിലത്തെ വേഷമാണ്. പന്നി ഈസ് എ കോൺസെപ്റ്റ്, യു ആർ നോട്ട് സീയിങ് ഇറ്റ്. നമുക്ക് സിനിമയിൽ നമ്മൾ പന്നിയെ കാണുന്നില്ല, പോസ്റ്ററിൽ മാത്രമേ കാണുന്നുള്ളൂ. പഠിക്കാൻ പറ്റുമോ? അതായത് പുതിയതായിട്ട് ഡയലോഗ്സ് എല്ലാം പഠിച്ചു കാണും. അതെ, ഞാൻ അല്ല മറ്റേ സിനിമയ്ക്കകത്ത് എനിക്ക് ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇതിനകത്താണ് കുറച്ച് എന്താ ക്യാരക്ടർ പറഞ്ഞിട്ട് അബദ്ധത്തിൽ പറഞ്ഞത്, പക്ഷെ ഇത് പ്രാവർത്തികമായി. ഈ കഥയെ തന്നെയാണെങ്കിലും പറയുന്നുണ്ടല്ലോ പ്രീ ഡിഗ്രി കാലം കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങള് ജൂനിയേഴ്സ് ചെയ്ത ആൾക്കാരുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. ഇത് കൊല്ലത്ത് നമ്മുടെ ഡയറക്ടർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അവരുടെ കൂട്ടുകാരുടെ ലൈഫിൽ നടന്നിട്ടുള്ള റിയൽ ഒരു ബയോപിക് ആണ്. അദ്ദേഹം അതിന് ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ബയോ ഫിക്ഷൻ കോമഡി എന്നാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. മൂവി വേൾഡ് മീഡിയയിൽ ഇത് നമ്മളോടൊപ്പം ഉള്ളത് ഒന്നല്ല രണ്ടല്ല 3 ഗസ്റ്റാണ്. പ്രത്യേക ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന 3 ഗസ്റ്റുകളാണ്. വീണു ചേച്ചി, ജയൻ ചേട്ടൻ ആൻഡ് ദേവിക. സോ വെൽക്കം ചേട്ടാ, ചേച്ചി, മോളെ. ഓക്കെ, സോ നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിയിരിക്കുന്നത് PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. PDC അത്ര ചെറിയ ഡിഗ്രി അല്ല. PDC എന്ന് പറഞ്ഞാൽ എന്തുവാ, പ്രീ ഡിഗ്രി അത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്, അതോ അതിനകത്ത് വേറെ മീനിങ് ഉണ്ടോ? നമുക്ക് വീണു ചേച്ചി എന്താണ് പറയാനുള്ളത്? രണ്ട് രീതിയിൽ എടുത്തോ നിങ്ങള്. പ്രീ ഡിഗ്രി എന്നുള്ള സംഭവം ഉണ്ട്. പിഗ് എന്താണ്? പിഗ് ഡേഞ്ചറസ് ക്രീച്ചർ. പിഗ് ഈസ് എ ഡേഞ്ചറസ് ക്രീച്ചർ. അങ്ങനെ രണ്ടർത്ഥമുണ്ട്. ഞാൻ പ്രീ ഡിഗ്രി അല്ലായിരുന്നു, ഞാൻ +1 +2 പഠിച്ചത്. പക്ഷെ ഈ ഇന്റർവ്യൂ ഇന്ന് രാവിലെ തുടങ്ങിയപ്പോൾ മുതൽ പ്രീ ഡിഗ്രിയുടെ കഥകൾ കേട്ട് ലൊക്കേഷനിൽ നമുക്കുള്ള കഥകൾ അറിയാം. പക്ഷെ ജയൻചേട്ടൻ്റെയും മഞ്ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. മഞ്ചേച്ചിയുടെ ഒക്കെ കഥകൾ കേട്ട് ദൈവമേ പ്രീ ഡിഗ്രിക്ക് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തില്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ ആണെങ്കിൽ അയ്യോ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ നല്ല രീതിയിൽ നേരത്തെ ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പറ്റിയാണ്. കാരണം അത്ര രസമാണ് അത്. ജയൻചേട്ടൻ തന്നെ പറയും അതിൻ്റെ രസകരമായിട്ടുള്ള അനുഭവങ്ങളും. പക്ഷേ പ്രണയം മസ്റ്റാണ്. പ്രണയ ഡിഗ്രി കോഴ്സ് എന്നാണ് PDCയുടെ ഫുൾ ഫോം. അപ്പൊ ഒരുപാട് പ്രീ ഡിഗ്രി കോഴ്സ് അല്ലാതെ ഇപ്പൊ പറഞ്ഞ പിഗ് ഇസ് നോട്ട് എ ഡേഞ്ചറസ് പ്രണയ ഡിഗ്രി കോഴ്സ് ഒന്നും ആക്കാം. അപ്പൊ ശരിക്കും നമ്മുടെ സിനിമയുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞത് എന്ത് വേണോ നമ്മൾ കാണുന്ന രീതിയിലിരിക്കും. നമ്മുടെ സിനിമ എങ്ങനെ പോർട്രേ ചെയ്തെടുക്കുന്നതിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ഈ എന്താ പറയാ പോസ്റ്റർ നോക്കുമ്പോ ആണെങ്കിൽ തന്നെ ചേച്ചി ഇങ്ങനെ തലച്ചൊറിഞ്ഞൊക്കെ നിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു പിഗിനെ കാണും. അപ്പം അപ്പോഴേ മനസ്സിലായി പിഗുമായിട്ട് എന്തോ റിലേറ്റഡ് ആയിട്ടാണെന്ന് മനസ്സിലായിരുന്നു. അപ്പം എന്താണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു നാട്ടിൽ നടക്കുന്ന കഥയാണോ അതോ ഒരു വീട്ടിൽ നടക്കുന്ന കുറെ പയ്യൻസ് ഒക്കെ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും ഈ സിനിമ ശരിക്കും രണ്ട് പോർഷനാണ്. ഓക്കെ, ഒന്ന് ഒരു 26 വർഷങ്ങൾക്ക് മുൻപ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളുടെ ഒരു ഏരിയ. ഒരു ന്യൂജൻ മൂവിയാണ്. ഒരു സിനിമയുടെ പകുതി അവരാണ്. ഇപ്പം 50 സീൻ സിനിമയുണ്ടെങ്കിൽ 25 സീൻ എന്ന് പറഞ്ഞാൽ അവരാണ്. ഈ അന്ന് കാണിച്ചിട്ടുള്ള കുട്ടികൾ ഇവർ 26 വർഷങ്ങൾക്ക് ശേഷം വളർന്നു വലുതായി കഴിയുമ്പോൾ അവരുടെ ലൈഫാണ് സിനിമയുടെ വേറൊരു പാർട്ട്. ക്യാരക്ടർ ഒരെണ്ണം തന്നെയാണ്. എല്ലാവരും ഒരേ 15 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ 15 ക്യാരക്ടേഴ്സിൻ്റെ കഥ തന്നെയാണ് പറയുന്നത്. പക്ഷെ അവരുടെ 2 സ്റ്റേജാണ്. ഒന്ന് 26 വർഷം മുൻപും ഒന്ന് 26 വർഷം ശേഷം. അത് പറഞ്ഞു പോകുന്നത് നോൺ ലീനിയർ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഓഫ് മൂവി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ കഥ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി പഴയതും തുടങ്ങി പുതിയതിലോട്ട് വരുന്നതല്ല. പുതിയതും പഴയതുമായിട്ടുള്ള ഇൻസിഡന്റ് ബേസ്ഡ് ആയിട്ട് സിനിമ ക്രോസ് കട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുട്ടികളെന്ന് പറയുന്നത് മോളിൽ കാണുന്ന വലിയവരുടെ ചെറുതിലത്തെ വേഷമാണ്. ഈ കുട്ടി ഇവിടെ ഇരിക്കുന്നത് ദേവി അല്ലേ, ചെയ്യുന്ന മഞ്ജുവിന്റെ ചെറുതിലത്തെ വേഷമാണ്. മഞ്ജു പത്രോസിന്റെ ചെറുതിലത്തെ വേഷം. അതുപോലെ ഞങ്ങൾക്കൊക്കെ ഓരോ ചെറുതിലത്തെ വേഷക്കാരുണ്ട്. ഇവർ 15 വയസ്സിൽ
പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അതിനാണ് പ്രണയം എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ 10ാം ക്ലാസ് വരെ വളരെ റെസ്ട്രിക്ഷനോടുകൂടി സ്കൂളിൽ നമ്മളെ അച്ചടക്കത്തോടെ പഠിപ്പിച്ചിട്ട് ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആൾക്കാരാണ്. നമ്മൾ പ്രീ ഡിഗ്രി ആകുമ്പോൾ കോളേജിലോട്ട് ചെല്ലുമ്പോൾ, സ്കൂൾ വിട്ട് കോളേജ് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രീഡമുണ്ട്, ഒരു ആമ്പിൾ ഫ്രീഡമാണ്. അവിടെ നമ്മൾ 17 വയസ്സിൽ നമ്മൾ കൊല്ലാണ്ട് ക്രഷ് മൂത്ത് പ്രണയവും എല്ലാം തല കുതിക്കുന്ന പ്രായം അതാണ്. അവിടെ ആ സമയത്ത് തോന്നുന്ന പ്രണയവും വികാരങ്ങളും അടുപ്പങ്ങളും ബന്ധങ്ങളും എല്ലാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത്, അവിടുത്തെ കളികളും ആ പ്രായത്തിൻ്റെ എല്ലാ ലാഞ്ചനകളും വളരെ ക്ലീൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതേ ആൾക്കാർ ഒരു 26 വർഷങ്ങൾക്ക് ശേഷം ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ വീണ്ടും ഒന്നിച്ചിട്ട് ഇവരൊന്നിച്ച് കാണുമ്പോൾ, ഇവരൊന്നിച്ച് കൂട്ടിമുട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് കാണിക്കുന്നത്. ക്യാരക്ടേഴ്സ് 15 ഉള്ളൂ, അവരുടെ 2 ഏജാണ് സിനിമയിൽ. വളരെ രസകരമായിട്ട് തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അതിനകത്ത് ഈ പറയുന്ന പോലെ പ്രണയമുണ്ട്, ദേഷ്യമുണ്ട്, നൈരാശ്യമുണ്ട്, വൈരാഗ്യമുണ്ട്, കണ്ടിന്യൂറ്റി ഓഫ് ഈ ദേഷ്യം ഉള്ളിൽ കിടക്കുന്നതിൻ്റെ ഉണ്ട്, കുറേ പേരുടെ വികാരങ്ങൾ. ഇപ്പം നിങ്ങൾ ക്ലാസ്മേറ്റ് സിനിമ കണ്ടല്ലോ, അതിനകത്ത് കുറേ വർഷങ്ങളുടെ മാറ്റം വരുമ്പം ആൾക്കാർക്കുണ്ടാകുന്ന മാനസാന്തരപ്പെട്ട് സ്വഭാവ മാറ്റമില്ല, അതൊക്കെ ഈ സിനിമയിലുമുണ്ട്. പക്ഷേ ഇത് ഒരു ബയോപിക്കാണ്. ഇത് കൊല്ലത്ത് നമ്മുടെ ഡയറക്ടർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അവരുടെ കൂട്ടുകാരുടെ ലൈഫിൽ നടന്നിട്ടുള്ള റിയൽ ലൈഫ് ഒരു ബയോപിക്കാണ്. അദ്ദേഹം അതിന് ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ബയോ ഫിക്ഷൻ കോമഡി എന്നാണ്. എന്ന് പറഞ്ഞാൽ ബയോപിക്ക് മാത്രമല്ല, അതിനകത്ത് കുറച്ച് ഫിക്ഷ്യസ് ആയിട്ട് പുള്ളിയുടെ കാഴ്ചപ്പാടിലുള്ള ഇല്യൂസീവ് കുറേ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. പ്ലസ് ഇൻ എ കോമിക്കൽ വേ ഒരു കോമഡി ആഡ് ഓൺ ചെയ്തിട്ടാണ്, ലൂബ്രിക്കൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ജനങ്ങളിലോട്ട് എത്താൻ കുറച്ച് കോമഡി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ നർമ്മത്തിലൂടെ കുറച്ച് ഫിക്ഷ്യസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാവനാ സമൃദ്ധമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്യാരക്ടർ ഇതിനകത്തുണ്ട്. ബിനു പപ്പു ചെയ്യുന്ന വേഷം അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹം അതിനകത്തൊരു നീതിപൂർവ്വമല്ലാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തല്ലിപ്പൊളിത്തരം ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഡയറക്ടറുടെ. പക്ഷെ പുള്ളി സിനിമയിൽ വന്നപ്പോൾ ആ ക്യാരക്ടറിനെ ഏറ്റവും ആദർശധീരനായ ദൈവതുല്യനായ എന്നിട്ട് പുള്ളി ചെയ്ത കോമാളിത്തരം മുഴുവൻ മറ്റുള്ളവരുടെ തല്ലിലോട്ട്. അപ്പൊ അത് പുള്ളി എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് പുള്ളി അതിനെ എല്ലാ ഇന്റർവ്യൂവിലും പറയും. അത് ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിലാരും കൈകടത്താൻ പാടില്ല. സ്വന്തം ക്യാരക്ടറിൽ വന്നപ്പം പുള്ളി അങ്ങനെ നമ്മളെയൊക്കെ കൊള്ളരുതാത്തവരുമാക്കി. എനിക്ക് അതായി കുഴപ്പം, അത് നെഗറ്റീവായിട്ടാ പുള്ളി കണ്ടിരിക്കുന്നത്. പക്ഷെ സിനിമയിലെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോ അത് ഒരു ട്വിസ്റ്റ്, അതാണ് ഒരു സസ്പെൻസ് ആണ് അതിനകത്തുള്ളത്. പിന്നെ പന്നിക്കും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ സിനിമക്കകത്ത്. കാരണം പന്നി ഒരു കോൺസെപ്റ്റ്, യു ആർ നോട്ട് സീയിങ് ഇറ്റ്. നമുക്ക് സിനിമയിൽ നമ്മൾ പന്നിയെ കാണുന്നില്ല, പോസ്റ്ററിൽ മാത്രമേ കാണുന്നുള്ളൂ. സിനിമയിൽ പന്നിയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, പറഞ്ഞ മനസ്സിലായി. പക്ഷെ പന്നി ഈ സിനിമയിലെ സംഭവങ്ങൾക്കൊക്കെ ഒരു കാരണക്കാരനാണ്. ഒരു വാട്സാപ്പിൽ മെസ്സേജ് വരുന്നതാണ്, എടാ അടിച്ചു പൊളിക്കാം, പാടാ നമുക്ക് 2 അടിക്കാം, നമുക്ക് പന്നിയൊക്കെ ഉണ്ട്. നമ്മളൊരു 40-45 വയസ്സൊക്കെ ആകുമ്പോൾ പ്രായക്കാർ പാടാ 2 വൈകിട്ട് അടിക്കാം, നമുക്ക് പന്നി ഫ്രൈ ഉണ്ട് അടിക്കാന്നൊക്കെ പറഞ്ഞ് ആരായാലും ചാടിക്കയറി ചെല്ലത്തില്ലേ. അങ്ങനെ അവിടെ ചെന്ന് ഈ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഈ അയച്ച മെസ്സേജിൻ്റെ ഒരു കോപ്പി ഫോറസ്റ്റുകാർക്ക് കിട്ടുകയാണ്. നമ്മൾ വൈൽഡ് ആനിമൽസിലെ വേട്ടയാടിയാൽ നമുക്ക് ഭയങ്കര ക്രിമിനൽ ഒഫൻസാണ്. ഒരാളെ കൊന്നാൽ അത്രയും ശിക്ഷയില്ല, ഒരു പന്നിയെ കൊന്നാൽ നമ്മൾ അകത്താ. അപ്പം ആ വിഷയം ഇതകത്തായി പോവുകയും ചെയ്തു, സാധനം വരികയും ചെയ്തു. പിന്നെ അതിൻ്റെ ടാക്ലിംഗ് ആണ് ആ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിഗ് ഈസ് എ ഡേഞ്ചറസ് ക്രീച്ചർ എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അതാണ്. ചേട്ടൻ കൂടുതലായിട്ടും നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണല്ലോ കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്ന പോലെ അങ്ങനെയൊക്കെ എന്തെങ്കിലും? ഉറപ്പായിട്ടും നിങ്ങളെക്കാളും മുമ്പേ ഞാൻ ചിന്തിക്കുമല്ലോ, അത് ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നു എന്നുള്ള തോന്നൽ നമുക്ക് വളരെ വലുതായിട്ടുള്ളതുകൊണ്ട് നമ്മൾ പലതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയിലോട്ട് കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ എൻ്റെ സ്വന്തം കുറച്ച് വർക്കുകളുമായിട്ട് എഴുത്തുകളുമായിട്ടൊക്കെ നീങ്ങാൻ ഉണ്ടായ കാരണം തന്നെ അതുകൊണ്ടാണ്. കാരണം ഞാൻ ഒരേപോലത്തെ കുറേ എൻ്റെ ഫിസിക്ക് മാത്രം മതി, എന്നിലെ ആർട്ടിസ്റ്റിനെ പലർക്കും വേണ്ട, എൻ്റെ ഫിസിക്ക് മാത്രം മതി എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിപ്രഷനുണ്ട്, ഒരു ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മൾ സിനിമയിൽ വരുന്നത് നമ്മൾ സിനിമ അൾട്ടിമേറ്റ് ആണ് എന്ന് കണ്ടിട്ട് ഇതിൽ നിന്നുള്ള വരുമാനം മനസ്സിൽ കണ്ടിട്ട് ഈ സിനിമയിൽ വന്നിട്ടുള്ള ആളല്ല ഞാൻ ഇതിനകത്ത് ചെയ്യാത്ത പണികളൊന്നുമില്ല. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കോ റൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഈവൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്കൊരു വേഷം കിട്ടുന്നത്. ഇതൊന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത രീതിയിലല്ല ഇതിനകത്തെ സഞ്ചാരപദങ്ങൾ. അപ്പം നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഇത് സംഭവിക്കാതെ വരുമ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾ തിരിച്ചറിയുന്നതിന്
ഒരു 5 ദിവസം മുമ്പേ നമ്മൾ തിരിച്ചറിയും നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു, നമ്മൾ ഈ സഞ്ചാരപഥം ശരിയല്ല, ഈ ഓർബിറ്റ് നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഇത് നിങ്ങളെക്കാളും മുമ്പേ തിരിച്ചറിയുന്ന ആൾക്കാർ തന്നെ നമ്മൾ. പിന്നെ പലപ്പോഴും നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ പലരുടെയും സെൻസ് അനുവദിക്കാറില്ല. ഞാൻ പിന്നെ ഈ പൊതുപ്രവർത്തകനായിട്ട് രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് ഇത് അഡ്മിറ്റ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല എന്നറിയുന്നതുകൊണ്ട് ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. ഇല്ലെങ്കിൽ ഞാൻ വേണേൽ സാധാരണ ഗതിയിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയാം. പക്ഷെ ഒരു കാര്യമില്ല, സത്യം അതൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അഡ്മിറ്റ് ചെയ്തു എന്നുള്ളത്. പക്ഷെ ചില മൂവീസ് ഇപ്പൊ അച്ചയൻസ് ആണെങ്കിലും അങ്ങനത്തെ ചില മൂവി റോമൻസ് ആണെങ്കിലും ഹ്യൂമർ എലിമെന്റും ചേട്ടനെ കൊണ്ട് അല്ല, ബ്യൂട്ടിഫുൾ നല്ല സിനിമയായിരുന്നു. ബ്യൂട്ടിഫുൾ. പക്ഷെ അത് അതിന് ചുവട് പിടിച്ച് കുറച്ച് പടങ്ങൾ വരാൻ ബേസിക്കലി ഇപ്പം അത് എൻ്റെ അറിവില്ലായ്മയാണ്. ഞാനൊക്കെ സിനിമയിൽ വരുന്ന കാലത്ത് എൻ്റെയൊക്കെ ശീലം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒരു ഡയറക്ടറുടെ വീട്ടിൽ പോയി രാവിലെ പോയി വാതൊക്കെ കാത്തു നിൽക്കുക. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുമ്പം ഒട്ടുമിക്ക അവിടുത്തെ ഡയറക്ടേഴ്സിൻ്റെ വീടുകൾ എനിക്ക് നല്ല പരിചയമാണ്. അതിലെനിക്ക് ചായ തന്നുകൊണ്ടിരുന്ന ഒരു ഡയറക്ടർ രാജസേനൻ മാത്രമേ ഉള്ളൂ. രാജസേനൻ്റെ വീട്ടിൽ ഡെയിലി ചെയ്യുമ്പോൾ എനിക്കൊരു ചായ തരും ഭാര്യ. പറഞ്ഞ മനസ്സിലായില്ല, പക്ഷെ ചാൻസ് തന്നിട്ടില്ല, ചായ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഡെയിലി ഡയറക്ടേഴ്സിൻ്റെ വീട്ടിൽ പോകും, ചാൻസ് ചോദിക്കും. അത് വേറൊരു കാര്യം, നമ്മൾ ചാൻസിന് വേണ്ടി മാത്രമേ ശ്രമിക്കുകയുള്ളൂ. സിനിമയിൽ എത്തിപ്പെട്ടിട്ടും ആ ആറ്റിറ്റ്യൂഡാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് പോരാ, നമ്മളിറങ്ങി നിന്ന് നമ്മളതിൻ്റെ ക്രിയേറ്റീവ് സൈഡിൽ അവരെ സഹായിക്കാൻ കൂടെ നിന്ന് നമുക്ക് പറ്റുന്നൊരു ക്യാരക്ടർ വന്ന് നമുക്ക് ഡിഫറൻ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അവരെ മനസ്സിലാക്കി കൊടുത്ത് അത് മാറ്റിയെടുക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. അത് ഇപ്പോൾ വയസ്സാം കാലത്ത് നമുക്ക് ആ തോട്ട് പ്രോസസ്സ് വർക്കൗട്ട് ആകുന്നുണ്ട്. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഡയറക്ഷനിലോട്ടും സ്ക്രിപ്റ്റിങ്ങിലോട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പടം ചെയ്യുമ്പോൾ എൻ്റെ ആദ്യത്തെ പടത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നില്ല. പക്ഷേ അടുത്ത ഞാൻ ചെയ്യുന്ന വർക്കിൽ ഉറപ്പായിട്ടും ഞാൻ മറ്റുള്ളവർക്ക് എന്നെ ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി ശ്രമങ്ങൾ ഉറപ്പായിട്ടും ആരംഭിക്കും. അടുത്ത ഇനി വിളിക്കുന്ന വർക്കുകളിലായാലും ഒന്ന് പോയിരുന്ന് സ്ക്രിപ്റ്റൊക്കെ കേട്ട് കഥാപാത്രങ്ങളൊന്ന് മാറ്റി സോപ്പിട്ട് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ തീർച്ചയായിട്ടും നടത്തും. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തേടി പോകണം എന്നാണല്ലോ നിർബന്ധമില്ല. സിനിമയ്ക്ക് ആരെയാണ് ആവശ്യം? സിനിമയിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പണ്ട് നസീർ സാറുണ്ടായിരുന്നു, ലോകം കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ജയൻ സാർ ഉണ്ടായിരുന്നു, അവരൊക്കെ മരിച്ചു. അത് കഴിഞ്ഞ് സുകുമാരൻ സാർ ഉണ്ടായിരുന്നു, അവർ പോയി. ഇപ്പം മമ്മൂക്കയും മോഹൻലാലും ഉണ്ട്. ലാലേട്ടനും മമ്മൂക്കയും വർഷത്തിൽ 4-5 പടത്തിലല്ലേ അഭിനയിക്കുന്നുള്ളൂ. ബാക്കി 160 പടം ഇറങ്ങുന്നത് പുതിയ പിള്ളേരെ കൊണ്ടിട്ടല്ലേ. അപ്പോൾ അതിന് ന്യൂ ഫേസ് തന്നെ 10-40 പടം വരും. അപ്പം ഇതിൽ സിനിമക്ക് ആരെ ആവശ്യമില്ല, നമുക്കാണ് സിനിമ ആവശ്യം. ഈ തിരിച്ചറിവ് നമ്മളെപ്പോഴും ഊണിലും ഉറക്കത്തിലും ഉണ്ടായിരുന്ന കൊള്ളാം. ഇടയ്ക്കൊക്കെ ഞാനൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനത് എന്നെ തന്നെ ഓർമ്മിപ്പിക്കാൻ മെനക്കെടാറുണ്ട്. അതേപോലെ തന്നെ ഒരു അപ്കമിങ് സ്റ്റാർ ആണ് നമ്മുടെ ലെഫ്റ്റിലിരിക്കുന്ന ദേവിക. അതാണ് സെക്കൻഡ് മൂവിയാണ് അല്ലേ മോളെ? ഓക്കെ, അപ്പം ഈ സെക്കൻഡ് മൂവിയാന്ന് എനിക്കും അറിയത്തില്ല. മുന്നേ പഞ്ചവത്സര പദ്ധതി സിനിമയിലാണ്. അതെ, അപ്പൊ സെക്കൻഡ് മൂവിയാണ്. അപ്പം ഫസ്റ്റ് മൂവി ചെയ്തത് നമ്മൾ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ ചെയ്തത്. അപ്പം എങ്ങനെയാണ് ഇപ്പം ഇത്രയും ഒരു ഗ്യാപ്പ്, എന്താണ് ഈ സെക്കൻഡ് മൂവിയിലോട്ടുള്ള ഒരു ജേർണി? എങ്ങനെയായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നോ? അതോ ഫസ്റ്റ് മൂവി അഭിനയിച്ച ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുഴപ്പമില്ല, കുറച്ച് ഗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? ഇല്ല, ടെൻഷൻ ഒന്നുമില്ല. കാരണം ഞാൻ തിയേറ്റർ ചെയ്യുന്ന ആളാണ്, തിയേറ്റർ പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായില്ല. എനിക്കിഷ്ടമാണ്, അഭിനയിക്കാൻ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് സിനിമ വരുമ്പോൾ ചെയ്യാൻ എന്താ പറയാ, അഭിനയത്തിനോട് ഭയങ്കര താല്പര്യം. അപ്പൊ പിന്നെ അങ്ങനെ കിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു ജയൻ ചേട്ടന്റെയും നമ്മുടെ ചെറുപ്പകാലാണല്ലോ ഇവര് ചെയ്യാ. ഒരിക്കലും ഇവർക്ക് ഞങ്ങളെ കാണാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ ചെറുതിലത്തെ സമയമല്ലേ ഇവര് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഈ ഒരു സിനിമയിൽ നിന്ന് പഠിക്കാൻ പറ്റിയോ? അതായത് പുതിയതായിട്ട് ഡയലോഗ്സ് എല്ലാം പഠിച്ചു കാണും. അതെ, ഞാൻ മറ്റേ സിനിമയ്ക്കകത്ത് എനിക്ക് ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇതിനകത്താണ് കുറച്ച് എന്താ പറയുക ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം എന്താ പറയാ, ഭയങ്കര അതിനകത്ത് കുറെ ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് പറയുന്നത് ഭയങ്കര സൗഹൃദത്തിന്റെ ഒരു എന്താ പറയാ, ഇത് പറഞ്ഞ കണക്ക് അത് അതിന്റെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ. ഈ കഥയെ തന്നെ ആണെങ്കിലും പറയുന്നുണ്ടല്ലോ പ്രീ ഡിഗ്രി കാലം കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങള് ജൂനിയേഴ്സ് ചെയ്ത ആൾക്കാരുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു കുറുമ്പ്? അല്ലെങ്കിൽ ഇപ്പം 11th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡിലൊക്കെ എന്തെങ്കിലും ഇപ്പം പേരൻസിന് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടാണ്. ആരും അറിയത്തില്ല, പറയാം. നമ്മളിത് പറയുന്നില്ല, മോള് പറഞ്ഞോ? +1 +2 ഞങ്ങൾ കൊറോണ കാലായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ അധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. ഫുൾ ഫോണിലല്ലേ, ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. പിന്നെയും കുറച്ചും കൂടെ ഉണ്ടായിരുന്നത് 10, 9, 8 ഞാൻ ആരും കേൾക്കില്ല. നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിട്ടാ പ്രത്യേകിച്ച്
അങ്ങനെ കുരുത്തക്കേടൊന്നും പറയില്ല, ചെറുതായിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഫസ്റ്റ് ബെഞ്ചർ ആയിരുന്നോ, മിഡിൽ ബെഞ്ചർ ആയിരുന്നോ, ലാസ്റ്റ് ബെഞ്ചർ ആയിരുന്നോ? അങ്ങനെ ഞാൻ എവിടെ ഇരിക്കും, അങ്ങനെ എവിടെ ഞാൻ വേണേ പുറകെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മിക്സഡ് സ്കൂളായിരുന്നു, ഗേൾസ് സ്കൂളായിരുന്നു? മിക്സഡ് സ്കൂളായിരുന്നു. എന്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെ ഞാൻ വർത്താനം പറഞ്ഞിട്ട് എന്താക്കും, എന്നെ മാറ്റിയിരുത്ത അവരടുത്ത് മാറ്റിയിരുത്തലുണ്ട്. പിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്ത് എന്തോ ആർക്കും അറിയാത്ത മീൻസ് വെറുതെ പറയണ്ടോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയും തിരിച്ച് വീട്ടിൽ ചെന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇതൊക്കെ വൈറലാക്കണം കേട്ടോ. അതിലൊന്ന് കട്ടാക്കണേ. ഓക്കെ, നമുക്ക് ഏതായാലും വീണ ചേച്ചിയിലോട്ട് വരാം. അതായത് ഇപ്പം 2025 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 മാസത്തോളം ആയല്ലോ. അപ്പൊ 2025 സ്റ്റാർട്ട് ചെയ്തതിന് ഭയങ്കര ഒരു റാങ്ക് ഹോൾഡർ ആയിട്ടൊക്കെയാണെന്ന് എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഭരതനാട്യം ഡിപ്ലോമയില്. അപ്പം എങ്ങനെ പോകുന്നു? അതായത് ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പൊ ആക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം സ്കെഡ്യൂൾസ് ഒന്നും ഇല്ലല്ലോ, ഒരു 9 to 5 ജോബ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് എപ്പോൾ ഷൂട്ടിന് വിളിച്ചാൽ പോകണം, രാവിലെ രാത്രി അങ്ങനെ ഒരു രീതിയിലാണല്ലോ. അപ്പം ഈ ഡിപ്ലോമ ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ അതിന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, പ്രാക്ടിക്കൽസ് ഉണ്ട്, ഒരുപാട് സംഭവം. ആ ചോദ്യത്തിനിടയിൽ കൂടെ ഇപ്പൊ പറഞ്ഞില്ലേ, മറന്നു പോകും. വീണ ഒരു സാധനം ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ ഷൂട്ടിംഗ് സ്കെഡ്യൂൾ എന്താണെന്നറിയാമോ? മോർണിംഗ് 6 to 6. രാവിലെ 6 മണിക്ക് രാവിലെ 6 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും. അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് ബ്രേക്ക് ചെയ്യും. 8 മണിക്ക് വീണ്ടും തുടങ്ങും. അടുത്ത ദിവസം രാവിലെ 6 മണിക്ക്. 2 ദിവസം ഒന്നൊരു പ്രൊഡ്യൂസർ പറഞ്ഞെങ്കിൽ സത്യം എത്രയായിരിക്കും? 2 ദിവസമായിട്ട് അത് എന്താ വെച്ചാൽ നൈറ്റ് സീനാ കൂടുതൽ, ഹൊറർ ഉറക്കമില്ലാത്ത. അപ്പൊ ഇനി പറഞ്ഞു ചേച്ചി എന്തെങ്കിലും പ്രൊഡക്ഷൻ. ചേച്ചി വലിയ പ്രൊഡ്യൂസർ അറിഞ്ഞൂടെ? അറിയട്ടെ. വേണ്ട, സൈഡിൽ കൂടെ ചേച്ചി ഇപ്പൊ ഒരു വെബ് സീരീസ് പ്രൊഡ്യൂസ് ചെയ്തു. അടുത്തതൊരു വെബ് സീരീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. അത് കഴിഞ്ഞൊരു മലയാള, ഇതൊക്കെ ഈ വർഷം നടക്കാൻ പോണ സംഭവം. ഇല്ലെങ്കിൽ തർക്കിക്കട്ടെ, ഒരു മലയാള സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. ഇത് മൂന്ന് സത്യമല്ലേ? കടക്കാരൊക്കെ വീട്ടിൽ വരുമല്ലോ. ഞാൻ റിസർച്ച് ചെയ്തപ്പോ എനിക്ക് കിട്ടിയില്ല. അല്ല, ഇത് വെബ് സീരീസ് ഇപ്പം റിലീസാണ് ഈ മാസം 13-ാം തീയതി റിലീസാണ്. ഈ സെയിം ഡേറ്റിൽ തന്നെ Z5-ന് വേണ്ടിയിട്ട്. Z5-ന്റെ ആദ്യത്തെ മിനി വെബ് സീരീസ്. 6 to 6 ഷെഡ്യൂൾ ഉണ്ടെന്ന്. സത്യമായിട്ടും ഇവരോടൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ രാവിലെ 6 മണിക്ക് തുടങ്ങി, അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് ബ്രേക്ക് ചെയ്തു. 8 മണിക്ക് വീണ്ടും തുടങ്ങി, അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് വീണ്ടും ബ്രേക്ക് ചെയ്തു. സത്യമാണ്. പ്രൊമോഷനെ എന്നെ വിളിച്ച സമയത്ത് നോർമലി നമ്മൾ പ്രൊമോഷനിലേക്ക് വീണ്ടും കുറച്ചൊക്കെ രാവിലെയൊക്കെ വരുമ്പോൾ ഡിലേ ആവുമല്ലോ. ഒരു പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോഴാണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ വേദന മനസ്സിലായത്. ടെക്നിക്കലി അവർ എന്തുമാത്രം സഫർ ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നത്. അതുവരെ സത്യമായിട്ട് എനിക്ക് അറിയില്ല. നമ്മൾ വന്ന് അഭിനയിക്കുന്നു പോകുന്നു എന്നല്ലാണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലെ 6:30 മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇവിടെ ആദ്യം ഞാൻ എത്തിയത്. നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ കുറച്ചും കൂടെ ഇപ്പം ഞാൻ എന്താ പറയുക, നമ്മൾ കാരണം എവിടെയും ഒരു തടസ്സം വരരുതെന്ന് ശരിക്കും ഞാനൊരു പ്രശ്നം തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു വേദന മനസ്സിലായത്. പ്രൊഡ്യൂസറിൻ്റെയും ടെക്നിക്കൽ സൈഡിൻ്റെയും വീണ ആയതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ പറയാം, ഷാജു ഉണ്ട്, നമ്മുടെ ശബരീഷ് ഉണ്ട്, പിന്നെ ബാലാജി ഉണ്ട്, പിന്നെ ശ്രീജിത്ത് രവി ഉണ്ട്. സത്യം പറഞ്ഞാൽ 3-4 ദിവസം ഉറക്കമില്ലാതെ പോവാ. പക്ഷെ ഇവരെല്ലാം ഒറ്റയാളെ ഉദ്ദേശിച്ചിട്ടാണ് വീണ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. കാര്യം നമ്മൾ വേറെ ഒന്നും, നമ്മുടെ ഷാജുവിൻ്റെ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞ പേര് ഷാജുവാ, നമ്മുടെ മുണ്ടൂർ പാലക്കാട് ഷാജു ശ്രീധർ. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര്, ഇത് കൂടാതെ ഇത് നമുക്ക് പരിചയമുള്ളവരുടെ പേര് പറഞ്ഞാൽ, ഇത് കൂടാതെ ഒരു 8-10 നല്ല കോസ്റ്റായ വർക്കാണ് കേട്ടോ. ഇല്ല നിസ്സാരമല്ല, സിനിമേക്കാളും കോസ്റ്റ് കൂടി തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ ഈ ടെക്നീഷ്യന്മാരും ഈ ഷൈജു ഡയറക്ടറായാലും ക്യാമറമാൻ ആയാലും ഒക്കെ നമ്മളോടൊപ്പം നിൽക്കില്ലേ. എനിക്ക് തോന്നുന്നത് വീണ എന്ന് പറയുന്ന ഒരാളോടുള്ള പ്രതിബദ്ധത എല്ലാവരും, പ്രൊഡക്ഷൻ മുതൽ മെയിൻ ആർട്ടിസ്റ്റുകൾ വരെ ഈ ശരിക്കും ഇവർക്കൊന്നും ശരിക്കും നമ്മുടെ ഈ ഇതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട കാര്യമല്ല. ഇത് വളരെ എന്നാലും പറയുകയാണ്, ഈ ഒരു സമയം ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുക. എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പോൾ എന്നോടുള്ളൊരു ഇഷ്ടത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇവരങ്ങനെ വർക്ക് ചെയ്തതെന്ന് എനിക്കറിയാം. ഒരു ലൊക്കേഷനിലും ഒരു ആർട്ടിസ്റ്റുകളും അങ്ങനെ നിൽക്കില്ല, അതുപോലെ നിന്നിട്ട്. അതുകൊണ്ടാണ് ആ പറഞ്ഞ ദിവസത്തിൽ പ്രൊജക്റ്റ് തീർത്തത്. അത് അല്ലെങ്കിൽ പ്രൊജക്റ്റ് തീരൂലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റിയിൽ നിന്ന് ഒരാൾ പ്രൊഡ്യൂസറായി വരിക എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. അത് വരട്ടെ. അങ്ങനെ കുറേ സഫർ ചെയ്തു കേട്ടോ. കുറേ നമ്മൾ വിചാരിക്കാത്ത കുറേ ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായി. ഇടയ്ക്ക് വെച്ച് ഞാൻ പ്രൊജക്റ്റ് സ്റ്റോപ്പായി പോവോ എന്ന് വരെ ഞാൻ പേടിച്ച സിറ്റുവേഷൻ ഉണ്ടായി. എല്ലാവരും ഭയങ്കരമായിട്ട് കൂടെ നിന്നതുകൊണ്ട് മാത്രം പ്രൊജക്റ്റ് കംപ്ലീറ്റായി.
നാളെ മറ്റന്നാളായിട്ട് ഔട്ട് കൊടുക്കും ചാനലിന്. അപ്പൊ ഇനി ചോദ്യം ചോദിച്ചു. ഇനി ചോദിച്ചു ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഇതും കൂടെ പറഞ്ഞതുകൊണ്ട് നമുക്ക് അത് ലിങ്ക് ചെയ്ത് ചോദിക്കാൻ പറ്റും. ആ, അതായത് നമുക്ക് മൾട്ടി റാങ്കിന്റെ. ടാസ്കിംഗ് ആണല്ലോ. അപ്പം ചേച്ചി നേരത്തെ ചെയ്തോണ്ടിരുന്നത്, അതായത് ഡിപ്ലോമ ചെയ്യുന്നു, ഡാൻസിൽ ചെയ്യുന്നു, അതായത് സീരിയലിൽ ചെയ്യുന്നു. തട്ടിമുട്ടി എന്നുള്ള സീരിയലിൽ കോകില എന്നുള്ള ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ. അത് കണ്ട് എപ്പോഴും ഞാനും എന്റെ അമ്മയും കൂടെ അനിയത്തിയും കൂടെ അത് അത് കാണുന്നത്. കാരണം ഞാൻ സിനിമയിൽ ആ, വന്നേ. അത് കണ്ടിട്ടാണ് അതിനകത്ത് സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ചേച്ചിയുടെയായിരുന്നു. കാരണം എന്ത് പറഞ്ഞാലും നമുക്ക് ചിരി വരും അതിനകത്ത്, ലൈക്ക് എല്ലാ ഡയലോഗ്സും കേൾക്കുമ്പോൾ. അപ്പം നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. അപ്പം ഇതെല്ലാം അറ്റ് എ ടൈം ആണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പം ആ മൾട്ടി ടാസ്കിങ് ആണോ ഇതിലും ഹെൽപ്പ് ചെയ്തത്? അല്ല, അങ്ങനെയല്ല. ഇതിപ്പോ ഞാൻ പഠിച്ചത് കേരള നടനാണ് പഠിച്ചത്, BA കേരള നടൻ. അന്ന് സബ് ഭരതനാട്യമായിരുന്നു. അപ്പോൾ ഭരതനാട്യത്തിനകത്ത് തിയറി കുറവായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇരുന്ന സമയത്ത് ഇങ്ങനെ SRCയുടെ ഒരു പുതിയ കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ പഠിക്കാം. ശനി ഞായറുവേ ക്ലാസ് ഉള്ളൂ, ഓഫ്ലൈനും ഉണ്ട്. പക്ഷേ ഓഫ്ലൈനിലും പോകണം, നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഓഫ്ലൈൻ ട്രിവാൻഡ്രത്ത് പോകണം. അപ്പോൾ എനിക്ക് ആ സമയത്ത് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാക്സിമം ഓഫ്ലൈൻ ക്ലാസ്സുകൾ പോയിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ ശനി ഞായറും വൈകുന്നേരം 1 മണിക്കൂറല്ലേ നമുക്ക് കൊടുത്താൽ മതിയല്ലോ. 7 മണി മുതൽ 8 മണി വരെയുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യും. അങ്ങനെ എക്സാം എഴുതിയപ്പോൾ ചെറുതായിട്ട് അറിയാതെ റാങ്ക് കിട്ടിയത് കേട്ടോ. അപ്പൊ അതിന് appreciation. കൺഗ്രാറ്റുലേഷൻ. റാങ്ക് ഉണ്ടായിരുന്നു. അതിന്റെ കോഴ്സ് ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇപ്പോഴും കംപ്ലീറ്റഡ് ആയിട്ടില്ല. അതിന് ഇപ്പൊ നമ്മള് ഡാൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഞാനിങ്ങനെ കണ്ടായിരുന്നു. ശ്രീവിദ്യമേടെ ആണോ? ശ്രീവിദ്യമേടെ ആണോ? അല്ല, ഇനി വേറെ ആരില്ല തോബിയസിനെ പോലെ. ഒരു വീഡിയോ ഞാനിങ്ങനെ ഒരു സമയം യൂട്യൂബില് മൊത്തം അതായിരുന്നു. സെർച്ച് ചെയ്തപ്പം ഇങ്ങനെ കണ്ടതാണ്. അപ്പം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാനിപ്പോൾ കാണിക്കാം. ഇപ്പൊ ചേച്ചി ഇങ്ങനെ ഇപ്പം ഒരുപാട് റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ, അതോടൊപ്പം തന്നെ ആൽബംസ് അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരു ആൽബം വെറുതെ ഇങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അപ്പം നല്ല പരിചയമുള്ളൊരു ചെറിയൊരു മുഖം. അപ്പം അതിനകത്ത് ഇങ്ങനെ ഞാൻ വിചാരിച്ചതായിരിക്കും, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താ. അതെന്റെ യൂണിഫോം. ഇതാണ് കേരള നടനം കോസ്റ്റ്യൂം. ഇത് ചേച്ചി അത് ഞാനാണ്. അതേപോലെ തന്നെ വേറെ ഒരു നമ്മളുടെ ഒരു സെമി ക്ലാസിക്കൽ സോളോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ തന്നെ 13 വർഷം മുന്നേ ഉള്ള. ഇപ്പൊ എനിക്ക് ഡാൻസ് തിരിച്ചതുപോലെ കളിക്കണം എന്നുണ്ട്. പക്ഷെ എന്റെ മുട്ട് ലിഗമെന്റ് മാറ്റി വെച്ചിരുന്നു ഒരു ഷൂട്ടിനിടയ്ക്ക്. ഈശ്വരൻ്റെ ഒരു ഷൂട്ടിനിടയ്ക്ക് വെച്ചൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ലിഗമെന്റ് പൊട്ടിപ്പോയായിരുന്നു. എന്നിട്ട് പുതിയ ലിഗമെന്റ് വെച്ചേക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഡാൻസ് കളിക്കാം, പക്ഷെ കണ്ടിന്യൂസ് എന്തുമാത്രം നേരം കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പം നല്ല മെലിഞ്ഞിരിക്കുന്നത് കൊണ്ടും കറക്റ്റായിട്ട് കളിക്കാനും പറ്റും. എനിക്ക് നമ്മളെ വണ്ണം വെച്ചിരിക്കുമ്പോഴത്തേക്കിനും എല്ലാവരും പറയും, ഇത് എന്തിനു വേണ്ട ഇത് മനഃപൂർവ്വം അല്ല. ഡയറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഡയറ്റ് ചെയ്യും. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കണ്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ ഇവിടെ ഗോകുലത്തില് ബുഫേ ആണല്ലോ, അപ്പൊ അവര് ഭക്ഷണത്തെക്കാളും കൂടുതൽ ഡെസേർട്ട്സാ വെച്ചിരിക്കുന്നത്. പിന്നെ വീണ കുറച്ച് ഭക്ഷണമേ കഴിച്ചുള്ളൂ, പക്ഷെ ഡെസേർട്ട് 2 പ്ലേറ്റ് എടുത്തിട്ട് തികയുന്നില്ല. ഇങ്ങനെ ഒരു ചുമട്ടുകാർ കൂടെ മേക്കപ്പ് വന്നൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ കൂടെ 1 പ്ലേറ്റ് കൊടുത്തു, നീ കൂടെ ചുമന്നു പോയി മേശപ്പുറത്ത് വെച്ചിട്ട്. സത്യമായിട്ട് പറഞ്ഞേ, ചോറ് കുറച്ചെടുത്തിട്ട് ബാക്കി കൂടുതലും ഡെസേർട്ടിന് സ്പേസ് ഇട്ട്. കുറച്ചിട്ട് അതെ, നല്ലതല്ലേ? ആപ്സോ അത് ഫുൾ ആർട്ടിഫിഷ്യൽ ഡെസേർട്ടിലുള്ളതെല്ലാം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അങ്ങനത്തെ സാധനങ്ങളാണ്. അതെ, എന്തായാലും കഴിച്ചാലും കഴിച്ചില്ലേലും ഞാൻ വണ്ണം വെക്കാം, കഴിച്ചിട്ട് വണ്ണം വെക്കാം. എന്നാ പിന്നെ അന്തസ്സായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കഴിച്ചിട്ട്. എന്താ കാര്യം അറിയോ, ഇപ്പുറത്തിരുന്ന് ഞാനും അത് തന്നെ ചെയ്തോണ്ടിരുന്നത്. ഞാൻ നോക്കുമ്പോ മേഡം കഴിച്ചു വെച്ചിട്ട് അപ്പുറം കൂടി നെല്ലിക്കയും ഉപ്പിലിട്ടതൊക്കെ കഴിക്കണം. വിശപ്പൊക്കെ മാറിപ്പോയി, പക്ഷെ എന്നാൽ ഈ മധുരം കണ്ടു കഴിയുമ്പോ മധുരം കഴിയുമ്പോ അതിനൊന്ന് ക്രേവ് ചെയ്യും, അതാണ് പ്രശ്നം. അതെന്നറിയാം, ഇത് ചിലപ്പോ കുറച്ച് വർഷമൊക്കെ കഴിയുമ്പോ, ഇപ്പൊ 36 വയസ്സായി, ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേനും ചിലപ്പോ ഈ ഷുഗറൊക്കെ വരുമായിരിക്കും. ഇമാതിരി സ്വീറ്റ്സ് കഴിച്ചാ അതപ്പ ആലോചിക്കാലോ. ഇപ്പൊ കഴിക്കാം. ചേച്ചി ഡാൻസോട് ചോദിക്കുക, കുറെ എക്സ്പ്രഷൻസ് ഒക്കെ എപ്പോഴും ഇടാ, അതിലൊക്കെ ഭയങ്കര പ്രോ ആയിരിക്കുമല്ലോ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നതില്. നവരസം അങ്ങനെയൊക്കെ. അപ്പം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഒരു ഫുഡിയാന്ന് പറഞ്ഞല്ലോ, ഫുഡ് ഭയങ്കര പ്രിയമുള്ളവർ, ഇപ്പൊ ഒരു ഫുഡിന്റെ പേര് പറഞ്ഞാൽ അത് ഏത് എക്സ്പ്രഷനാണ് പെട്ടെന്ന് വരുന്നതെന്ന് കാണിക്കാൻ പറ്റും? നല്ല ടാസ്ക്. മൈസൂർ പാവ് പേര് മാറ്റി, മൈസൂർ പാക്കിന്റെ പേര് മാറ്റി. മൈസൂർ ശ്രീ എന്താണ്? വേറെന്തെങ്കിലും മതി, ഇത് വേണ്ട. പുഡിംഗ് എനിക്കിഷ്ടല്ല. അല്ല, ഇപ്പൊ എക്സ്പ്രഷൻ കാണിക്കണം. വായിച്ചെടുക്കാൻ വേണ്ടിയാ. അടുത്ത എനിക്കുള്ള അടുത്ത പണിക്കുള്ളതാ. രാവിലെ തൊട്ട് ഇന്റർവ്യൂ തുടങ്ങിയതാ.
വെറൈറ്റി ഇന്റർവ്യൂ ആദ്യമായിട്ട്. അപ്പൊ ഞാനും അത് എൻജോയ് ചെയ്യാൻ ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെ എന്നിട്ടുണ്ടല്ലോ വേറെ രീതിയിലായിരിക്കും ഇതൊക്കെ എന്നിട്ട് വരാൻ പോണെ. വീണയുടെ പുതിയ രസങ്ങൾ എന്ന് പറഞ്ഞിട്ട് നല്ല രസങ്ങളല്ല. നമുക്കത് അടുത്തൊരു പേഴ്സണൽ ഇന്റർവ്യൂവിൽ ഞാനത് സ്പെഷ്യലായിട്ട് തരുന്നതാണ്. ഈ കുട്ടിയെ തന്നെ അന്ന് കൊണ്ടുവരണട്ടോ. ഇപ്പൊ ചേട്ടന്റെയും കൂടെ ഒരു വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ചേട്ടൻ ഒരുപാട് ലൈക്ക് മേഖലയിൽ ഇങ്ങനെ ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞു, അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ. ഐ എം മാസ്റ്റർ ഓഫ് നൺ. കാര്യം എൻ്റെ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതല്ല, അല്ലാതെ ഞാൻ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളൊന്നുമല്ല. എൻ്റെ ഇഷ്ടം അതായതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. മനസ്സിലായില്ല? അല്ലാതെ ഞാനിതൊന്നും ചെയ്യുന്നത് എല്ലാത്തിലും പ്രാവീണ്യമുള്ള ഒരാളായതുകൊണ്ടല്ല. എൻ്റെ ആഗ്രഹം എനിക്കതെ തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം, ഞാൻ പഠിച്ചത് ലിറ്ററേച്ചറാണ് ബേസിക്കലി. എൻ്റെ ആഗ്രഹം എനിക്ക് എഴുതാൻ പറ്റണം, എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റണം, എനിക്ക് അഭിനയിക്കാൻ പറ്റണം. വൺ ഡേ ഓർ അതർ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം മനസ്സിൽ കൊണ്ടുനടക്കുന്നത് ഈ സിനിമയിൽ ഏറ്റവും നല്ല നടനാവണം, ഏറ്റവും നല്ല റൈറ്റർ ആവണം, ഏറ്റവും നല്ല ഡയറക്ടർ ആവണം. ചിലപ്പം ഈ മോഹങ്ങൾ ചിലപ്പോൾ നടന്നില്ല എന്ന് വരാം. വൺ ഫൈൻ മോർണിംഗ് നമ്മൾ ചത്തുപോകുമ്പോൾ ഇതെല്ലാം ആകണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ജീവിച്ച് മരിച്ചു പോകുന്നൊരവസ്ഥയിലോട്ട് എത്തിക്കോളും. പക്ഷേ ബട്ട് സ്റ്റിൽ നമ്മൾ ആ സ്വപ്നം വെച്ചാൽ നീങ്ങുന്നത്, അല്ലാതെ അതിൽ മാസ്റ്ററൊന്നും അല്ല. ഈ വീഡിയോയിൽ എന്താ കണ്ടത്? ഇത് ബേസിക്കലി ഇത് പണ്ടത്തെ നോക്ക്, ഇത് ജയൻ ചേട്ടൻ്റെ ഒന്ന് അയച്ചു കൊടുക്കണേ. ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടില്ല. എന്റെ ശബ്ദമല്ലെന്ന് തോന്നുന്നു. ചേട്ടൻ്റെ ശബ്ദമല്ല, കേബിൾ കമ്മ്യൂണിക്കേഷന്റെ എനിക്ക് എന്റെ ശബ്ദമല്ലത്. ഇതിന്റെ കോമന്റ് സെക്ഷൻ മൊത്തം ചേട്ടന്റെ സൗന്ദര്യത്തെ പറഞ്ഞിട്ടുള്ളതാ. സുന്ദരൻ അങ്ങനെയൊക്കെ പറഞ്ഞാണ് കൂടുതലായിട്ട്. ജയൻ ചേട്ടൻ ഇവിടെ വന്നപ്പോ മുതൽ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അത്രയും ജയൻ ചേട്ടന്റെ ചെറിയ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ജയൻ ചേട്ടനോട് ആരും പ്രണയം എന്ന് പറഞ്ഞിട്ടില്ല, പ്രണയിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് വണ്ണായിരുന്നു, എന്നെ കാണാൻ കൊള്ളില്ല. പക്ഷെ എനിക്ക് ജയൻ ചേട്ടൻ ഞാൻ പണ്ട് സീരിയലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ജയൻ ചേട്ടൻ പണ്ട് ഭയങ്കര സുന്ദരനായിരുന്നു. ജയൻ ചേട്ടന്റെ തോന്നലാണ്, ജയൻ ചേട്ടന് വണ്ണൊന്നുമില്ല. അല്ല അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് മനസ്സിൽ നമുക്ക് ആ തോന്നൽ മതിയല്ലോ. ആണ് സത്യമായിട്ടും അതെ. ഒന്നും സൗന്ദര്യം ഇല്ലാത്ത എന്റെ അങ്ങനെയൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ എന്റെ ശബ്ദമല്ല ഇത്. ആര് ഷൂട്ട് കഴിഞ്ഞിട്ടൊന്ന് ജയൻ ചേട്ടൻ അയച്ചു കൊടുക്കണേ വീഡിയോ. ഇതിപ്പം ഞാൻ കണ്ടിട്ടില്ല. ഓർമ്മയില്ല ഇത് ചെയ്തത്. വല്ല ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ട്രിവാൻഡ്രം വിടുന്നത് 2007-ലാണ്. മാനസപുത്രി തുടങ്ങുമ്പോഴാണ് ഞാൻ വിടുന്നത്. അതുവരെ ട്രിവാൻഡ്രത്ത് ഞാൻ ജോലിയായിട്ട് ഞാൻ എൻ്റെ MA ചെയ്ത ട്രിവാൻഡ്രത്താണ്. MA കഴിഞ്ഞു ഞാൻ റിലയൻസിലും ഗോദ്രേജിലും ഒക്കെ ഞാൻ സീനിയർ സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അതായത് പറഞ്ഞ ഞാൻ കളിയാക്കി പറയാം, അന്ന് എനിക്ക് 36,000 രൂപ മാസ ശമ്പളം. അതേസമയം ഗസറ്റഡ് ഓഫീസർക്ക് അന്ന് 9,000 രൂപയുള്ളൂ 96-ൽ. സീരിയസ്ലി കള്ളമല്ല പറഞ്ഞത്. എൻ്റെ അമ്മ, എൻ്റെ റിലേറ്റീവ്, പുള്ളിക്ക് 9,000 രൂപ മാസം ശമ്പളമുള്ളൂ, എനിക്ക് 36,000. ഞാൻ എറണാകുളത്ത് വന്നാൽ താമസിക്കുന്ന അബാദിൽ. അപ്പോൾ ആ ജോലിയുടെ സ്റ്റേച്ചർ അങ്ങനെയാണ്. പക്ഷേ നമുക്കതൊന്നും ഒരിക്കലും വലിയ ഹോട്ടലിൽ പോയി താമസിക്കാനോ അല്ലെങ്കിൽ വലിയ ശമ്പളത്തിനോടോ എനിക്കൊരിക്കലും ആഗ്രഹം തോന്നിയില്ല. എനിക്ക് സിനിമയിൽ വരണം. ഞാനത് ജോലി റിസൈൻ ചെയ്ത്, എന്നെ കൊണ്ട് കൊള്ളാത്തതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തതാണ്. റിസൈൻ ചെയ്തിട്ട് ഞാൻ പോയി അനന്തപുരിയിൽ, അല്ലെങ്കിൽ അവിടെ 250 രൂപയ്ക്ക് ഒരു ബെഡ് കിട്ടുന്ന 5 പേരൊരു റൂം ഷെയർ ചെയ്യുന്ന 250 രൂപ, ആ റൂമിലാണ് ഞാൻ പോയി താമസിക്കുന്നത്. അത് ഒട്ടും ഈ പറഞ്ഞ പോലെ വേറൊന്നും കൊണ്ടിട്ടില്ല. എങ്ങനെ സിനിമയിലെത്തുക എന്നൊരു സ്വപ്നം മാത്രമേ. ഇന്നും നമ്മൾ ചാടിക്കൊണ്ടിരിക്കുക ഹേർഡിൽസ്. നമ്മൾ സിനിമയിലെത്തിയിട്ടില്ല. ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാൻ സിനിമയിലെത്തിയെന്ന്. കാരണം സിനിമയ്ക്ക് എന്നെ ഒരു ആവശ്യമില്ല. ഇന്നും ഞാൻ അതേ സ്റ്റേച്ചറിൽ തന്നെ നിൽക്കുന്നത്. ഞാൻ അനന്തപുരിയിൽ അല്ലെങ്കിൽ ആ നാഷണൽ ഹോസ്റ്റലിൽ 250 രൂപ ഒരു ബെഡിന് 5 പേര് ഒരു റൂം ഷെയർ ചെയ്ത് കോമൺ ബാത്റൂം 15 പേർക്ക്. ഇന്ന് ചിന്തിക്കാൻ പറ്റില്ല. 15 പേർക്ക് അവിടെ കള്ളനുമുണ്ട്, കോവിഡാനുമുണ്ട്, ഞങ്ങളുമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ നാഷണൽ ഹോസ്റ്റലിൽ താമസിക്കുന്നു. ഇന്നത്തെ മന്ത്രിയുടെ പ്രസാദിൻ്റെ PS വിനോദ് മോഹനും ഞാനും ഒക്കെ ഒരു റൂമിലാണ്. അവൻ TKM എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. ഞങ്ങളെല്ലാവരും 250 രൂപ വെച്ച് ബെഡ് വാടക, ഒരു മാസം 250 രൂപ. അങ്ങനെ 5 പേർക്ക് ഒരു റൂം. അവിടുന്ന് കോമൺ ബാത്റൂം. അവിടുന്ന് നമ്മൾ ഇപ്പം ഈ പറയുന്ന പോലെ ഒരു ഇൻ്റർവ്യൂവിനെങ്കിലും വന്നിരിക്കാനുള്ള യോഗ്യത കിട്ടി. അത് ചെറുതായിട്ട് കാണുന്നില്ല. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ ലൈഫ് ഫുള്ളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് തക്കതായ പ്രതിഫലം കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ അളക്കാൻ നിൽക്കുന്നില്ല. അളക്കാൻ നിന്നാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോകും. അതുകൊണ്ട് അളക്കാനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ നമ്മുടെ സ്വപ്നം ഇങ്ങനെ കിടക്കുകയാണ്. ചിലപ്പോൾ വൺ ഫൈൻ മോർണിംഗ് ചത്തു പോകുമ്പം നമ്മൾ അന്ന് വരെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നാളെ ആളാകും എന്നുള്ള തോന്നലായിരിക്കും. ചിലപ്പോൾ ആകാം, ചിലപ്പോൾ ആകാതിരിക്കാം. ആകട്ടെ, ആയാൽ ദൈവത്തിന് നന്ദി.
ആയില്ലെങ്കിൽ വിഷമം ഉണ്ടാവും, അത്രേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ഡ്രീം ചെയ്യുന്നത് ഓരോ പടിയിൽ നിന്നിട്ടാണല്ലോ. ഇപ്പം നമുക്കിപ്പം സിനിമയിൽ കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. സിനിമയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആ ഒരു പടിയിൽ നിന്നായിരിക്കും അടുത്ത ഒരു ഡ്രീം ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ചേട്ടൻ്റെ അടുത്ത ഒരു സ്വപ്നം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക, കാലത്തെ അതിജീവിക്കുന്ന ക്യാരക്ടേഴ്സ്. കാരണം ഇപ്പം ഉദാഹരണം ഞാൻ പറയാം, തിലകൻ സാർ മരിച്ചുപോയി. തിലകൻ സാർ മരിച്ചു പോകുമ്പോൾ ഞാൻ തിലകൻ സാറെന്ന് എന്നെ കൊണ്ട് പറയിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നെ അദ്ദേഹം ഒന്നും പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹം എൻ്റെ പ്രൊഫഷനിലെ ഒരു വലിയ നടനായിരുന്നു. അദ്ദേഹം എൻ്റെ മനസ്സിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആട്രിബ്യൂഷൻസ് ഒന്നും എനിക്ക് വിഷയമല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം, മക്കൾ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ മറ്റൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. ഞാൻ അളക്കുന്ന ഒറ്റ കാര്യം അദ്ദേഹത്തിൻ്റെ അഭിനയശേഷി മാത്രമായിരിക്കും. അതിൽ എനിക്ക് ബഹുമാനം തോന്നിയുകൊണ്ടാണ് തിലകൻ സാർ എന്ന് വിളിക്കുന്നത്. അപ്പം അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പറയുന്നുള്ളൂ, ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പം അങ്ങനെ കാലത്തെ നമ്മൾ മരിച്ചു പോയാലും ജയൻ എന്ന് പറയുന്ന ഒരു നല്ല ആക്ടർ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു മോണുമെൻ്റലായിട്ടുള്ള ഒരു ക്യാരക്ടറെങ്കിലും ജീവിതത്തിൽ ഇതുവരെ പറ്റിയിട്ടില്ല. എന്നെങ്കിലും മരിക്കുന്നതിന് മുമ്പ് പറ്റണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പിന്നെ പലപ്പോഴും ഇത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയാൻ പറ്റില്ല. കാരണം പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മളിത് വന്ന് പറയുമ്പോൾ അവന് കോൺഫിഡൻസ്, ഇന്നത്തെ കാലത്ത് ഇന്ന് ഈ നമ്മൾ പണ്ട് ഈ സമൂഹത്തിൽ വന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. പണ്ട് നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ട് നാട്ടുമ്പുറത്ത് ഒരാൾ നടന്നു പോകുന്നത് കണ്ടാൽ നമ്മൾ പറയും, അയ്യോ നല്ല പയ്യൻ കേട്ടോ, വളരെ നിഷ്കളങ്കന, പാവമാണ്. ഇത് പണ്ട് കാലത്ത് പറയും. ഇപ്പം അങ്ങനെ ഒരു പയ്യൻ പോയാൽ മൊണ്ണയാകട്ടെ, ഒരു കഴിവില്ലാത്തവരാ, പൊട്ടനാ, ഇതല്ലേ പറയുന്നത്. ഒരു പാവം ഒരുത്തം പോകും, ആരെങ്കിലും പറയൂ പാവം നല്ല പയ്യൻ, ആരും പറയത്തില്ല. ഇന്ന് പറയുന്നത് എന്താ, അവൻ ഒരു കഴിവില്ലടാ, ഒരു കഴിവില്ലാത്തൊരു ഒരു പൊട്ടങ്ങണാപ്പന. അതേസമയം പറഞ്ഞപ്പോഴത്തെ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ നാഗചേച്ചിയുടെ അല്ല, കാലത്തിന്റെ മാറ്റമാണ്. പണ്ട് നമ്മൾ ഈ വക്രബുദ്ധി കാണിക്കുന്നവരെ നമ്മൾ പറയുന്ന ഈ എന്തും കാണിച്ച് സ്വാർത്ഥ ബുദ്ധിയോടെ നീങ്ങുന്നവരെ കണ്ടാൽ നമ്മൾ പറയുന്നത് അവൻ ഭയങ്കര വക്രബുദ്ധിയാകട്ടോ, അവൻ ഭയങ്കര സെൽഫിഷാകട്ടോ, അവൻ്റെ കാര്യം നോക്കാൻ അറിയാം, അവൻ കാര്യം നേടും. ഇന്ന് പറയുന്നത് അവൻ മിടുക്കനാകട്ടോ, അവൻ്റെ കാര്യം നോക്കാൻ അവനറിയാം, അവൻ എങ്ങനെ വന്നാൽ അവൻ്റെ ലക്ഷ്യത്തിലെത്തും. ഇത് കാലത്തിൽ വന്ന മാറ്റം. അപ്പം നമ്മൾ ആ കാലത്തിനനുസരിച്ച് അങ്ങനെയുള്ള കാലത്തിന്റെ രണ്ട് കാലത്തെ അവരുടെ ചെറുപ്പം, അത് പി ഡി സിയുടെ ഇപ്പോഴത്തെ ഉണ്ടാകുന്ന ആ സമയത്തുള്ള ഒരു പ്രശ്നങ്ങളും എല്ലാം കൂടെ ചേർത്തിണക്കിക്കൊണ്ട് കുറച്ച് തമാശ കലർത്തി നിങ്ങളുടെ മുന്നിലേക്ക് ജൂൺ 13-ാം തീയതി പി ഡി സി പണ്ട് വക്രബുദ്ധി എന്ന് പറഞ്ഞവർ 26 വർഷത്തിന് ശേഷം അതാണ് ജീവിതം തിരിച്ചറിയുന്ന കാലം. അതെ, റിലീസ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഇന്റർവ്യൂല് ലാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ, ഈ ഒരു സിനിമ PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്നല്ലേ, അപ്പം സംതിങ് റിലേറ്റഡ് ടു ഡിഗ്രി, റൈറ്റ്? അപ്പം +1 +2 ആണ് പിന്നെ പറയുന്നത്. പിന്നെ നേരത്തെ നമ്മൾ ഡിഗ്രി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിന്റെ ഒരു ചെറിയ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വെറുതെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ GK ഒന്നുമല്ല, ആധുനികമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ഇപ്പം നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ പോലൊക്കെ തന്നെയാണ്. അതായത് ഒരു മിനിറ്റ്, ഇപ്പം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലോ. അതായത് ഈ ഒരു സിനിമ, നിങ്ങൾ 3 പേര് ഈ സിനിമയിൽ അഭിനയിച്ചല്ലോ, അപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സിനെയൊക്കെ ഓർമ്മയുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സ് ഇപ്പം നിങ്ങളുടെ ഈ ഒരു സിനിമ കണ്ടിരുന്നെങ്കിൽ അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? അതായത് എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ടീച്ചേഴ്സൊക്കെ നമ്മളെയൊക്കെ ടി വിയിൽ കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവുള്ളൂ. ആണോ? അതിന് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ നെഗറ്റീവ് ചെയ്യുന്നോ പോസിറ്റീവ് ചെയ്യുന്നോ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഒരു സിനിമയിലാണ് നമ്മളെ കാണുന്നത്. അതൊരു വലിയ സംഭവമല്ലേ. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരുമായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് ഞാൻ. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, എനിക്കും ഭയങ്കര സന്തോഷമാണത്. അപ്പൊ അന്നൊക്കെ ഇപ്പം അംബിഷനൊക്കെ എൻ്റെ ഇത് തന്നെയായിരുന്നു. ഞാൻ ജനിച്ച് ഒരു 6 സമയം മുതൽ ആര് ചോദിച്ചാലും എന്ത് സീരിയൽ നടി ആവണം, അങ്ങനെ തന്നെ പറയണം, സിനിമ നടിയല്ല. കാരണം വെച്ചാൽ അന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ദൂരത്താണ്. സീരിയലാണ് അന്ന് നമ്മുടെയൊക്കെ അവിടെ, ദൂരദർശനാണ് അവിടെ കിട്ടുന്ന ആ സമയത്തല്ല എല്ലായിടത്തും ആ സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുതിലെ മുതൽ എൻ്റെ 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫിലും +2 ഓട്ടോഗ്രാഫിലും ഒക്കെ നീ വലിയ സീരിയൽ നടി ആകുമ്പോൾ ഞങ്ങളെ മറന്നുപോലെ എല്ലാത്തിലും ഒറ്റൊരു സാധനം എഴുതിയേക്കണം. കുഞ്ഞിലെ മുതൽ എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. എനിക്ക് വേറൊന്നും അറിയില്ല, ഡാൻസും ഇതും മാത്രമേ അറിയുള്ളൂ. മരിക്കുന്നത് വരെ അഭിനയിക്കാനാണ് ഇഷ്ടം, അല്ലേ? എനിക്ക് ഈ പഴയ ടീച്ചേഴ്സൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ മാറ്റങ്ങളും എൻ്റെ അമ്മ ടീച്ചറായതുകൊണ്ട് തന്നെ പലപ്പോഴും പഠിപ്പിച്ച ടീച്ചേഴ്സ് എല്ലാം എന്നോട് ഡെയിലി ഇൻട്രാക്ഷൻ ഉള്ള ആൾക്കാർ. അപ്പോൾ അവരൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ചിലതൊക്കെ കണ്ടിട്ട് ഇത്രയൊക്കെ കൊള്ളാവോ, അല്ലെങ്കിൽ ഒന്ന് അവർ എക്സൈറ്റഡ് ആവുന്നുണ്ട് എന്നാണ് എനിക്ക് ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്.
എല്ലാവരും വളരെ ഹാപ്പിയാണെന്നാണ് എൻ്റെ ചിന്ത. വളരെ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കും എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഹാപ്പി ആവുമല്ലോ. അത് തന്നെയല്ലേ ഏറ്റവും വലിയ സത്യം. മോൾക്കോ ദേവിക? എൻ്റെ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠിക്കുന്ന പറയുമ്പോഴേക്കും നീ വിചാരിച്ച സാധനം തന്നെ എത്തിയല്ലോ. അപ്പൊ ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അങ്ങനെ പറയാറുണ്ട് ടീച്ചേഴ്സ്. നീ ആഗ്രഹിച്ചെടുത്ത് തന്നെ എത്തിയല്ലോ, സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കാൻ പോവാ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഒരു ദിവസം നിങ്ങൾ എണീക്കുമ്പം ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആയിട്ട് വീണ്ടും എണീറ്റെന്ന് വിചാരിക്കും, രാവിലെ എണീക്കുമ്പം. അപ്പം നിങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമായിരിക്കും ഇപ്പം ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആ ഒരു സമയത്ത്? എനിക്ക് ഉത്തരവേ ഉള്ളൂ, മര്യാദക്ക് പഠിക്കുക. അന്ന് പഠിച്ചില്ല, ഇനിയെങ്കിലും ചേട്ടൻ ബാക്ക് ബെഞ്ചറായിരുന്നു. ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു. ഞാൻ ഡിഗ്രി പ്രേമിക്കണ്ടേ? ഡിഗ്രി ഡാൻസ് ആയിരിക്കില്ല എനിക്ക് എടുക്കുക. ആയിരിക്കില്ല. ഇപ്പോഴുള്ള ഇവരൊക്കെ പുറത്തു പോയി പഠിക്കില്ലേ, മറ്റേ ഈ ആക്ടിങ്ങും എല്ലാം കൂടെ പഠിക്കുന്നുണ്ടല്ലോ. ഫഹദ് അവരൊക്കെ മുന്നേ പോയില്ലേ. അതിങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കേട്ടപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഇനിയിപ്പോൾ അതിന് പറ്റില്ല, കാരണം ഇപ്പോൾ നമുക്ക് അങ്ങനെ വിട്ടുപോകാൻ പറ്റുന്ന മോനൊക്കെയുള്ളതുകൊണ്ട് പറ്റില്ല. പക്ഷെ അന്നായിരുന്നെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ ഡിഗ്രി പഠിച്ചോണ്ട് നിൽക്കുന്നു, പിന്നെ ഇനിയും പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ ക്വസ്റ്റൻ അവിടെ വാലിഡ് അല്ല. നമുക്ക് PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്നുള്ള സിനിമ ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ അത് വെച്ച് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. 3 പേരും ഒരേ ഉറപ്പായിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ജൂൺ 13 നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.